എറണാകുളം കുന്നുകര പഞ്ചായത്തിലെ കുടുംബങ്ങളുടെ ദുരവസ്ഥയെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് 52 കുടുംബങ്ങൾ. ചതുപ്പ് സ്ഥലത്ത് നിർമ്മിച്ച വീടുകൾ ആഞ്ഞൊരു മഴ പെയ്താൽ മുങ്ങും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അവരുടെ ദുരിതങ്ങളിലേക്കാണ് നമ്മളിനി കണ്ണാടി പിടിക്കുന്നത്. കേരളത്തിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടുകൂടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ലൈഫ് മിഷൻ. പിണറായി സർക്കാരിന്റെ പദ്ധതികളിലെ നാഴികക്കല്ല്. എന്നാൽ പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ ഉപകാരത്തിനപ്പുറം ഒരു ഉപദ്രവമായി മാറിയാലോ? അത് അനുഭവിക്കുകയാണ് എറണാകുളം കുന്നുകര നിവാസികൾ. എറണാകുളം കുന്നുകര പഞ്ചായത്തിലെ 2022-23 വർഷത്തെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചത്. 52 കുടുംബങ്ങൾക്കാണ് വീടുകൾ ലഭിച്ചത്. എന്നാൽ ആ വീടുകൾ ഇപ്പോൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ചതുപ്പ് നിറഞ്ഞ സ്ഥലത്താണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. മഴ പെയ്താൽ മുറ്റം ചെളി കൊണ്ട് നിറയും. സെപ്റ്റിക് ടാങ്കുകൾ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്നു. കോൺക്രീറ്റ് മേൽക്കൂരകൾ തകർന്ന് വെള്ളമൊലിക്കുന്നു. മലിനജലം കടന്നുപോകുന്ന പൈപ്പുകൾ പൊട്ടിയ നിലയിലാണ്. കിണറും സെപ്റ്റിക് ടാങ്കും അടുത്തടുത്തായതിനാൽ മലിനജലമാണ് കുടിക്കുന്നത്. ശുദ്ധജലത്തിനായി കിലോമീറ്ററുകൾ പോകണം. അപാകത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ. നിർമ്മാണത്തിലെ അപാകത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മാണത്തിലിരിക്കെ അതിൻ്റെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഞങ്ങൾ കുറച്ച് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. നിർമ്മാണം നടക്കുമ്പോൾ നടന്നിട്ടുള്ള ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് ബന്ധപ്പെട്ട അധികാരികൾ മുമ്പാകെ പരാതി നൽകുകയും ചെയ്തിട്ടും ഒരു അധികാരികളും പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ തിരിഞ്ഞു നോക്കിയില്ല. പ്രളയസമയത്ത് വലിയ ദുരിതമുണ്ടായ സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചതെന്നും ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ച് വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയെന്നും നാട്ടുകാർ പറയുന്നു. നിത്യജീവിതത്തിന് പോലും സാമ്പത്തിക ശേഷിയില്ലാത്ത സമയത്ത് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഇവർ. ഞങ്ങൾക്ക് ശരിക്കും ഹെൽത്തിൽ നിന്ന് നോട്ടീസ് കിട്ടിയായിരുന്നു. നോട്ടീസ് കിട്ടി 1 മാസത്തിനുള്ളിൽ അവർ പറയുന്ന രീതിയിൽ സെപ്റ്റി ടാങ്കുകൾ മാറ്റി വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുമെന്നും പറഞ്ഞാണ് നോട്ടീസ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആ നോട്ടീസ് പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ പണിത വീടല്ല, പഞ്ചായത്ത് ഞങ്ങൾക്ക് പണിത് തന്ന വീടാണ്. അപ്പോൾ ഇത് താമസിക്കുന്നതിന് മുമ്പ് അത് ഇത്ര അകലത്തിലാണോ സെപ്റ്റി ടാങ്ക്, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഹെൽത്തിൻ്റെ അനുമതി വാങ്ങിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. പദ്ധതി വിഹിതം ആവശ്യാനുസരണം കരാറുകാർ ഉപയോഗിച്ചിട്ടില്ലെന്നും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. 51 കുടുംബങ്ങളുടെ ദുരവസ്ഥ, അതും മന്ത്രിമണ്ഡലമായ കളമശ്ശേരിയിൽ. ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇവിടം വിട്ട് പോകുക എന്നുള്ള ഒറ്റ മാർഗമേ ഇവർക്ക് മുന്നിലുള്ളൂ. VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചില പ്രതികരണങ്ങൾ പറയാനുണ്ട്. പ്രളയ സമയത്ത് വലിയ ദുരിതമുണ്ടായ സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചതെന്നും ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ച് വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. അവിടെ പ്രതികരണങ്ങളിലേക്ക്. 5.5 ലക്ഷം രൂപയ്ക്ക് പണിത വീടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ തൊഴിലുറപ്പും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പാർക്കണമെങ്കിൽ ഒരു ജനാലില്ല, 2 വാതിൽ വെച്ചിട്ടുള്ളൂ. എത്ര രൂപ ചിലവാക്കണം? 6 ലോഡ് മണ്ണിട്ടിട്ട് തന്നെ നമുക്ക് വീണ്ടും വെള്ളം, വലിയ മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് കെട്ടി നിൽക്കുകയാണ്. റൂമിലേക്ക് കയറി വന്നാൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ റൂമിൻ്റെ എല്ലാ വശവും കംപ്ലീറ്റ് ഇവർ ചെയ്തിട്ടില്ല. ചുമ്മാ അവിടെ എല്ലാം തൊടുമ്പോഴത്തേക്കും വിട്ടുപോരുകയാണ്. ഈ പെരക്കേണ്ടല്ലോ ഒരു തുള്ളി സിമെൻ്റ് ഉണ്ടല്ലോ, 10 ചട്ടിക്ക് 1 ചട്ടി സിമെൻ്റാണ് ചേർത്തേക്കണത്. ഈ തൊടുമ്പ പൊളിഞ്ഞവരാണിത്. ഇവിടെ പെരയൊക്കെ അങ്ങനെ അടന്ന് പോരെയാണ്. ഒരാണി അടിച്ചത് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, ആണി അടിച്ചിട്ട് ഉമി ഒഴിഞ്ഞു വീഴുമ്പോൾ വീഴണമെന്ന്. ഈ സ്ലാബ് വർത്തേക്കണതിൻ്റെ അടിയിൽ ഞാൻ മെമ്പറെ കാണിച്ചു കൊടുത്തപ്പോൾ, ഞങ്ങളുടെ മെമ്പറെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു അതിൽ താങ്ങ് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യണമെന്ന്. അതിന് 8000 രൂപ അയാൾ ചോദിച്ചു. എന്താ സെറ്റ് ടാങ്കല്ലേ, അതിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന വീട്ടിൽ പറ്റുന്നില്ല, അത്ര സ്മെല്ല. പിന്നെ കിണറുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിനെന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം. 20,000 രൂപ മുടക്കി ഞാൻ വെള്ളമില്ലാണ്ട് കിണർ കുത്തി.
ഇപ്പം അതിൽ അണുക്കളായിട്ട് കിടക്കുക. റോഡിൻ്റെ അറ്റത്ത് പോയ വെള്ളം കൊണ്ടുപോകുന്നത്. പിന്നെ കക്കൂസ് അടുത്ത് തന്നെയാണ്. അപ്പം ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കരുത്, അതിൽ അണുക്കളുണ്ട്, ഒന്നിനും എടുക്കാനില്ല. അപ്പോൾ ദൂരത്തിൽ പോയ വെള്ളം കൊണ്ടുപോകുന്നത്. മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ സെപ്റ്റ് ടാങ്ക് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ മുകളിലേക്ക് പൊന്തിപ്പോരാണ്. അപ്പോൾ കോൺക്രീറ്റിനാണ് ശരിക്കും വെക്കേണ്ടത്, പ്ലാസ്റ്റിക്കിൻ്റെ വെച്ച് ഒതുക്കിയിരിക്കുന്നത്.